الحمد لله الواحد القهار والعزيز الجبار والرحيم الغفار غافل الذنب وقابل التوب إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو معكم أينما كنتم والله بما تعملون بصير قال رسول الله صلى الله عليه وسلم مثل الذي يفر من الموت كمثل الثعلب تطلبه الأرض بليل إذا أنت لم ترحل بزاد من التقى ولقيت بعد الموت من قد تزودا ندمت على ألا تكون كمثله وإنك لم ترصد بما كان أرصدا സ്നേഹാധരണീയരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരീ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം ചെയ്യുന്നതിന് മുമ്പായി ഓർക്കാനും ഒരുക്കാനും എമ്പാടും കാര്യങ്ങളുണ്ട്. എല്ലാം വിശദീകരിക്കുവാൻ സമയം പര്യാപ്തമല്ല. കുറച്ചു കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരാമർശിക്കുകയാണ്. മഹാനായ ബർറാഉ ബിൻ ആസിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഏതാനും ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയ സംഭവം വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിക്ക് വന്നു. ചോദിച്ചുവത്രേ, അലാമ ഇജ്തമഅ അലൈഹി ഹൗലായി, എന്തിനാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്? ഖീല, ആ സന്ദർഭത്തിൽ മറുപടി ലഭിച്ചു, അലാ ഖബരി യഹ്ഫിറൂന, അവര് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലേ. ഒരു മയ്യത്ത് മറമാടാനുണ്ട്, അതിനാവശ്യമായ ഖബറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന മറുപടി കിട്ടിയപ്പോൾ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ധൃതിപ്പെട്ട് ആ ഖബറിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുകയും മുട്ടുമടക്കി ആ ഖബറിനോട് ചേർന്നിരിക്കുകയും പ്രവാചകന്റെ കണ്ണീരിനാൽ ആ ഖബറിന്റെ തീരത്തുള്ള മണ്ണ് നനയുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇഖ്വാനി ലിമിസ്ലി ഹാദൽ യൗമി ഫഅഇദു, എന്റെ സഹോദരങ്ങളെ, ഈ ഒരു ദിവസമുണ്ടല്ലോ, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം കേട്ടോ എന്ന്. എനിക്കും നിങ്ങൾക്കുമെല്ലാം
നിർബന്ധമായിട്ടും വരാനുള്ള ഒരു ദിവസമാണത്. ആ ദിവസത്തിൽ നിന്നും ഒളിച്ചോടാൻ നമുക്കാർക്കും കഴിയില്ല. മരണം അള്ളാഹു നിശ്ചയിച്ച അനിവാര്യമായ ഒരു വിളിയാണ്. ആ വിളിക്കുത്തരം ചെയ്തേ പറ്റൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യഫിറു മിനൽ മൗതി കമസലി സഅലബ് തത്ലുബുൽ അർദു ബിദൈൻ. മരണത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവൻ ഭൂമിക്ക് കടം കൊടുക്കുവാനുള്ള കുറുക്കൻ മാളത്തിൽ ഒളിക്കുന്നതിന് തുല്യമാണ് എന്ന്. ഭൂമിയെ പേടിച്ച്, കടബാധ്യത പേടിച്ച് ഏതു മാളത്തിൽ ഒളിച്ചാലും അത് ഭൂമിയുടെ വിരുമാറിൽ തന്നെയാണ്. ഇതുപോലെയാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വൈദ്യശാസ്ത്രത്തിന്റെ പിന്നാലെ ഓടിയാലും, എത്ര പ്രഗത്ഭരായ വിശ്വകരന്മാരെ സമീപിച്ചാലും, എത്ര തന്നെ പേടിച്ചരണ്ട് കോട്ടക്കുള്ളിൽ ഒളിച്ചാലും ആ മരണത്തിന്റെ വിളിക്കൊരു നാൾ നിങ്ങളും ഞാനും ഉത്തരം ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈന്നകും ഹൽക, നിങ്ങളെല്ലാവരും മരിക്കാനുള്ളവർ തന്നെയാണ്. ഫമാ ഖുലിഖ്തും ലിൽ അബദ്, എന്നേക്കുമായി ഭൂമിയിൽ താമസിക്കാമെന്ന് ആരും നിനക്കേണ്ടതില്ല. വലാകിന്നകും മിൻ ദാരിൻ ഇലാ ദാരിൻ തുൻഖലൂൻ, നമ്മളൊക്കെ ഒരു ഭവനം വിട്ട് മറ്റൊരു ഭവനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആലമുൽ അസ്ലാബിൽ നിന്ന് മാറി ആലമുൽ അർഹാം എന്ന ലോകത്തെത്തി. അതിനുശേഷം ആലമു ദുനിയായിലെത്തി. ഇനി ആലമുൽ ബർസഖും ആലമുൽ ആഖിറയും ഒക്കെയായി ഓരോരോ വീടുകൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തു പോകാനുള്ളത് ബർസഖ് എന്ന ലോകമാണ്. നമ്മുടെ റൂഹ് വേർപിരിയുന്നതോടുകൂടി ആ ബർസഖ് എന്ന ലോകത്തേക്ക് നാം എത്തിപ്പെടുകയാണ്. നിങ്ങളും ഞാനും എല്ലാം ആ ബർസഖിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഓട്ടം, ഒരിക്കലും വിശ്രമമില്ലാത്ത ഓട്ടം. ഒരു മിനിറ്റിൽ 72 കാലടി വെച്ചിട്ടുള്ള ഓട്ടം. ആ ഓട്ടത്തിന്റെ വേഗത അറിയാൻ വലത്തെ കൈയെടുത്തിട്ട് നെഞ്ചിന്റെ ഇടതേ ഭാഗത്തൊന്ന് അമർത്തി വെച്ചാൽ ബർസഖിലേക്കുള്ള നമ്മുടെ ഓട്ടത്തിന്റെ ദൂരം അറിയാൻ കഴിയും. ഇത് എപ്പോഴെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ഖബറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം ഖബറോടടുക്കുന്നേ. ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ശരി, നമ്മളെല്ലാവരും ആ ഖബറിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടം അവസാനിച്ച് തൊട്ടടുത്ത വീടായ ബർസഖിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നാം ഓർത്തു വെക്കേണ്ടത്? എന്തൊക്കെയാണ് നാം ഒരുക്കി വെക്കേണ്ടത്? നമുക്കറിയാം, ഏതൊരു അല്പബുദ്ധിക്കും അറിയാം, ഏതൊരു യാത്രക്കും പാഥേയം വേണം. കൊച്ചു കൊച്ചു യാത്രകൾക്ക് അതിൻ്റെതായ ഒരുക്കങ്ങൾ ഉണ്ടാകും. സുദീർഘമായ യാത്രയാണെങ്കിൽ ഗംഭീരമായ ഒരുക്കങ്ങൾ നടത്തും. ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണെങ്കിൽ നമ്മുടെ പാഥേയത്തിനും ശക്തി കൂടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫതസബ്ബദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ പാഥേയം ഒരുക്കുക. തൊട്ടടുത്ത യാത്രയ്ക്ക് വേണ്ടി, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പാഥേയം ഒരുക്കുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ ഒരുക്കുന്ന പാഥേയങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായതും ഉത്കൃഷ്ടമായതും തഖ്വ എന്ന പാഥേയമാണ്. ഇദാ അൻത ലം തർഹൽ ബിസാദിൻ മിനത് തുഖ, തഖ്വ എന്ന ആ പാഥേയമില്ലാതെ ഈ ദുനിയാവ് വിട്ട് നീ പിരിഞ്ഞു പോയാൽ, ആ പാഥേയമെമ്പാടും ഒരുക്കിയ മനുഷ്യരെ നീ കണ്ടുമുട്ടുമ്പോൾ നദിംത അലാ അല്ലാ തകൂന കമിസ്ലിഹി, അവനെപ്പോലെ എനിക്കൊന്നും ആർജിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിരൽ കടിക്കേണ്ട ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ സങ്കടകരമായ അവസ്ഥക്ക് സാക്ഷിയല്ലാതിരിക്കാൻ ഈ ദുനിയാവിൽ കിട്ടുന്ന കുറഞ്ഞ കാലം പരമാവധി നീ പാഥേയം ഒരുക്കുക. തഖ്വ എന്ന വിഭവം നീ സമാർജിക്കുക. ഇതാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്
ഈ വിഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളിലും നമ്മൾ സമാഹരിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഈ പന്തലിൽ ഇരിക്കുന്ന നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ആ പാഥേയത്തിന്റെ ഒരുക്കങ്ങളിലാണ്. ആ പാഥേയം നിങ്ങൾ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സുകൾ പതറുമ്പോൾ പാഥേയം എന്ന് നാം ധരിക്കുകയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, മനസ്സിന്റെ സാന്നിധ്യം കൊണ്ടാണ് പാഥേയം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് മനസ്സിന്റെ സാന്നിധ്യത്തോടുകൂടി ആരാധനാ കർമ്മങ്ങൾ വർദ്ധിക്കുക, പടച്ചറപ്പിനോട് അടുക്കുകയും ചെയ്യുക. ഈ ദുനിയാവിൽ ഈ പാഥേയം ഒരുക്കാൻ അതിനുള്ള നിർദ്ദേശം നൽകുവാനാണ് ഈ പണമെല്ലാം ചെലവഴിച്ച് നമ്മൾ ഇത്രയും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ച് നമ്മുടെ ഇളം തലമുറയെ ഇവിടെ വിളിച്ചുകൂട്ടി ഗൗരവത്തിൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ നിങ്ങൾക്ക് കേടുപാടുകൾ വിശദീകരിച്ചു തരാൻ, ദുനിയാവിലെ നിങ്ങളുടെ ആപത്തുകളുടെ അപകടങ്ങളുടെ മണിമുഴക്കങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് എത്തിച്ചു തരാൻ എമ്പാടും ഏജൻസികൾ ഉണ്ടാകും. നമ്മുടെ വീടിന് തീ പിടിച്ചാൽ അയൽപ്പക്കക്കാരൻ നിലവിളിക്കും, മാറത്തടിക്കും, നമ്മളെ രക്ഷിക്കുവാൻ ആളുകൾ ഓടിവരും. പക്ഷേ നമ്മൾ തന്നെ തീ പിടിച്ച് നരകാഗ്നിയിലേക്ക് ഓടിപ്പോകുമ്പോൾ അത് ഗുരുതരമായി കാണുന്ന സുഹൃബന്ധങ്ങൾ നമുക്കില്ലെങ്കിൽ അത് വലിയ ആപത്തായി തീരും. ഈ ദുനിയാവിൽ ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ചു പോകുന്നവൻ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ നിലവിളിച്ചു പറയും അവരോടതൊന്നും തട്ടിക്കളയാൻ, കാരണം അപകടം വരുന്നുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി അറിയിക്കും. എന്നാൽ കള്ളു കുടിച്ചു പോകുന്ന ഒരുത്തന്, വേണ്ടാത്തരം കാണിച്ചു പോകുന്ന ഒരുത്തന് നീ നരകത്തിലേക്കാണ് പോകുന്നത് സുഹൃത്തെ, അപകടത്തിലേക്കാണ് നിന്റെ യാത്ര എന്ന് പറയാൻ ഒരാളും തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ നാശം ആരംഭിക്കുന്നത്. എന്തെങ്കിലും ഒരു അധർമ്മം കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കാൻ, അല്ലെങ്കിൽ നാവ് കൊണ്ട് പറയാൻ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.